നോമ്പ് ചിന്തകൾ 5-ാം ഞായർ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെ തിരുവചനങ്ങൾ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ കൊണ്ടുവന്നവരോടും ആ സ്ത്രീയോടുമുള്ള ഈശോയുടെ സംഭാഷണം നാം കാണുന്നു. നിയമജ്ഞരും ഫരിസയരും ദുഷ്ടലാക്കോടെ ഈശോയിൽ കുറ്റമാരോപിക്കാൻ ആഗ്രഹിച്ച് ഈശോയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഈശോ അവയ്ക്ക് വിവേകപൂർണവും പ്രബോധനപരവുമായി മറുപടി നൽകുന്നതും ഇവിടെ കാണാം. മാനുഷിക നീതിക്കപ്പുറത്തുള്ള ദൈവിക നീതിയെക്കുറിച്ചാണ് ഈശോ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. പാപികളോട് കരുണയോടെ വർത്തിക്കുന്നവനാണ് ദൈവം എന്ന സത്യവും ഇവിടെ ഈശോ പഠിപ്പിക്കുന്നു. മോശയുടെ നിയമം അവൾക്ക് മരണശിക്ഷ വിധിക്കുന്നതാണ്. എന്നാൽ ഈശോ അവരോട് പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ. ഈശോയുടെ ഈ വാക്കുകൾ അവരുടെ ദൃഷ്ടികളെ ആ സ്ത്രീയിൽ നിന്നും തങ്ങളുടെ ഹൃദയത്തിലേക്ക് തിരിക്കാൻ നിർബന്ധിതമാക്കി. പാപിയെയും പാപത്തെയും എങ്ങനെ സമീപിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുന്നു. ഈ വചനഭാഗത്തിൻ്റെ ഹൃദയം ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്ന ഈശോയുടെ വാക്കുകളാണ്. അവിടുത്തെ കരുണ നമ്മുടെ പാപത്തേക്കാൾ വലുതാണ്, ശക്തമാണ്. ഇനിമേലിൽ പാപം ചെയ്യരുത് എന്ന ഓർമ്മപ്പെടുത്തലോടെ ഈശോ അവളെ പറഞ്ഞയക്കുന്നു. ഈശോയുടെ കരുണയും ക്ഷമയും വീണ്ടും പാപം ചെയ്യാനുള്ള അനുവാദമല്ല, മറിച്ച് പുതിയൊരു ജീവിതത്തിലേക്കുള്ള വാതിലാണ്. ഈ നോമ്പുകാലത്ത് നമുക്കും ഒരു ആത്മശോധന നടത്താം. നാം മറ്റുള്ളവരെ പലവിധത്തിൽ കല്ലെറിയാൻ വെമ്പൽ കൊള്ളുന്നവരാണോ? ഈശോയുടെ സ്ഥാനത്ത് നിന്ന് മറ്റുള്ളവർക്ക് കരുണയും ക്ഷമയും പ്രതീക്ഷയുമൊക്കെ നൽകുന്നവരായി നമുക്ക് മാറാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.